ഈ ലോകത്ത് ധനമുള്ളവനും ദരിദ്രനും ഒരുപോലെ എന്താണ് വാങ്ങാൻ കഴിയുന്നത്? അത് സന്തോഷമാണ്. ആർക്കും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഒന്നാണ് സന്തോഷം. ആളുകൾ പലപ്പോഴും ദാരിദ്ര്യവും പരാജയവും ലോകത്തിൽ നിന്നും ലഭിച്ച ചതിയുടെ ഫലമായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് സന്തോഷം ലഭിക്കാത്തത് എന്ന് അവർ കരുതുന്നു. പക്ഷേ സത്യത്തിൽ സന്തോഷം നിങ്ങളുടെ ചിന്തയെയും ഒരു കാര്യത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും എന്തു വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സന്തോഷവും ദുഃഖവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ചിരിക്കണോ കരയണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ പറയുന്ന 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഒന്നാമത്തേത്, എവരിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. സംഭവിക്കുന്നതിന് എല്ലാം വ്യക്തമായ കാരണമുണ്ട്. നിങ്ങൾ ഏതവസ്ഥയിലാണോ അതിനേക്കാൾ മോശകരമായ അവസ്ഥ ഉണ്ടായേക്കാം. നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പക്ഷേ സുഹൃത്തേ, ജീവിതം ഒരു സിനിമ പോലെയാണ്. തുടക്കത്തിൽ എന്തു സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ക്ലൈമാക്സ് വരെ കാത്തിരിക്കണം. ജീവിതം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. ചിന്തിക്കാതെയും ആലോചിക്കാതെയും നിങ്ങൾക്ക് എന്തു ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വാസമുണ്ടായാലും ഒരു കാരണവുമില്ലാതെ ഒന്നും സംഭവിക്കില്ല. എന്നും നിങ്ങൾ രണ്ടാമത്തെ കാര്യം, സ്റ്റോപ്പ് ഡൂയിങ് കമ്പാരിസൺ. നമ്മൾ താരതമ്യം ചെയ്യാതെ ഇരിക്കുക. നിങ്ങളുടെ അയൽക്കാരൻ 50,000 വിലയുള്ള ഒരു HD TV വാങ്ങി. അയാൾ ഇത്രയും രൂപ ചിലവാക്കി എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അസൂയ തുടങ്ങി. സുഹൃത്തോ ബന്ധുക്കളോ ഉയർന്ന നിലയിലെത്തിയാൽ നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അസൂയപ്പെടുകയല്ല. കൊടുത്തു വാങ്ങുന്ന സന്തോഷം അധികനാൾ നിലനിൽക്കില്ല, അത് ഓർക്കുക. ആരുമായി നിങ്ങളെ സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ആരെയെങ്കിലും അപേക്ഷിച്ച് വീക്കായിപ്പോയാൽ അതിനർത്ഥം നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയേക്കാൾ നിങ്ങൾ സന്തുഷ്ടരാവാൻ കഴിയില്ല എന്നതല്ല. ഒന്നാമത്തെ കാര്യം, ലവ് യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും സ്നേഹിക്കുക. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക, കുടുംബത്തെ സ്നേഹിക്കുക. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ചിലരിൽ നിന്നും വേദനയായിരിക്കും തിരിച്ചു കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? വെറുക്കുവാൻ തുടങ്ങും. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മറ്റുള്ളവരുടെ കുറവുകളോ തെറ്റുകളോ കണ്ട് നിങ്ങളുടെ ഗുണങ്ങളെയോ കഴിവുകളെയോ മറക്കരുത്. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾ എങ്ങനെയിരുന്നാലും നിങ്ങളുടെ സ്ഥാനത്ത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് കരുതണം. എപ്പോഴും കരയുന്നവർക്കും പരാതി പറയുന്നവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്നത് എന്തോ അത് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഇഗ്നോർ നെഗറ്റീവ് പീപ്പിൾ. ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുണ്ട മേഘങ്ങളെ പോലെയാണ്. അവർ ആകാശത്ത് ഉടനീളം പരന്നു കിടക്കുന്ന വെളിച്ചത്തെ കാണുന്നതിൽ നിന്നും നിങ്ങളെ തടയും. ചില ആളുകൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് പടർത്തുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ, സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങളെക്കാൾ മികച്ച ആളുകളുമായി സമയം ചിലവഴിക്കുക. അവർ നിങ്ങളെക്കാൾ മുതിർന്നവരോ ചെറുപ്പക്കാരോ ആയിക്കോട്ടെ, അവർ നിങ്ങളെക്കാൾ 100% ബെറ്റർ ആയിക്കോട്ടെ, തീർച്ചയായും നിങ്ങളെ ഉയർച്ചയിൽ എത്തിക്കാൻ സഹായിക്കും. നെഗറ്റീവ് ആളുകളുമായി മത്സരിച്ച് എനർജി നശിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവരുമായി മത്സരിച്ചാലും തിരിച്ചു കിട്ടുക നെഗറ്റിവിറ്റി മാത്രം ആയിരിക്കും. നെഗറ്റീവ് ചിന്താഗതിക്കാരെ നമ്മൾ ഒഴിവാക്കണം. അവർ പറയുന്ന കാര്യം ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടെ പുറത്തേക്ക് വിടുക. കാരണം ഇത്തരക്കാർ ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ സന്തോഷമുള്ളവരായിരിക്കില്ല. നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കും. അവരുടെ ജോലി ഇതുതന്നെയാണ്. അഞ്ചാമത്തെ പോയിന്റ്, ബി ബിസി ആൻഡ് ടേക്ക് ഇറ്റ് ഈസി. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോഴോ ജീവിക്കാൻ ഒരു പിന്തുണയും കാണുന്നില്ല, മനസ്സിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് തോന്നുമ്പോൾ സ്വീകരിക്കേണ്ട ഫലപ്രദമായ മാർഗം സ്വയം ബിസിയായിരിക്കുക എന്നതാണ്. എത്രയോ ജോലികൾ നാളെ ചെയ്യാം, സമയമാകുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്യുക. ഒരുപാട് ജോലികൾ വെറുതെ ഇരുന്ന് കരഞ്ഞു തീർക്കാതെ ഒരുപാട് ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. ദുഃഖങ്ങൾ എങ്ങനെ തീർക്കണമെന്ന് അറിയില്ല. നമ്മൾ ബിസിയായി ഇരിക്കുക, ദുഃഖങ്ങളെല്ലാം മറന്നുപോകും.